Hi students, welcome to English class. Today we are going to read a story about Tarun, a schoolboy. So the name of our story is The Race, written by Nisha Punjabi. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റിലെ ഒന്നാമത്തെ ലെസൺ ദ റേസ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. നമുക്ക് നേരിട്ട് സ്റ്റോറിയിലേക്ക് പോയി നോക്കാം. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ തരുൺ ഒരു മീഡിയോക്കോ സ്റ്റുഡൻറ്റ് ആണ് എന്നാണ് പറയുന്നത്. മീഡിയോക്കോ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ തരുൺ ഒരു ആവറേജ്, ഒരു ശരാശരി അല്ലെങ്കിൽ ഒരു സാധാരണ കുട്ടിയായിരുന്നു. അവൻ്റെ ഗ്രേഡുകളൊക്കെ അവൻ്റെ രക്ഷിതാക്കളെ വളരെ തൃപ്തിപ്പെടുത്തുവാൻ പോകുന്ന ഗ്രേഡുകളായിരുന്നു അവന്, അല്ലെങ്കിൽ അവന് സ്കൂളിൽ നിന്ന് ലഭിച്ചിരുന്ന ക്ലാസ്സിലെ ടെസ്റ്റുകളിലൊക്കെ അവന് ലഭിച്ചിരുന്ന മാർക്കുകളൊക്കെ അവൻ്റെ രക്ഷിതാക്കളെ കഷ്ടിച്ച് തൃപ്തിപ്പെടുത്തുവാനുള്ള മാർക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്നും ക്ലാസ്സിൽ ടോപ്പറായി രക്ഷിതാക്കളെക്കൊക്കെ അഭിമാനമാകുന്ന അങ്ങനെയുള്ളൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല. ഒരു സാധാരണക്കാരനായ കുട്ടിയായിരുന്നു അവൻ. കൂടാതെ അവന് പാട്ടുപാടാനോ നന്നായി ഡാൻസ് ചെയ്യാനോ നന്നായി പെയിൻറ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ലൊരു അഭിനേതാവ് ഒന്നുമായിരുന്നില്ല തരുൺ. അതുകൊണ്ടൊക്കെ തന്നെ തരുൺ എല്ലായ്പ്പോഴും അവനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവൻ്റെ ഫാമിലിയിലെ ഒരു ബ്ലാക്ക് ഷീപ്പാണ് എന്നായിരുന്നു. അതായത് കുടുംബത്തിൽ ഒന്നിനും കൊള്ളാത്തവനാണ് താൻ. അങ്ങനെയായിരുന്നു തരുണിൻ്റെ ഒരു ചിന്ത. അവൻ്റെ മൂത്ത സഹോദരൻ അവൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. നല്ലൊരു റെപ്യൂട്ടഡ് കോളേജിൽ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ് അവൻ്റെ ഏറ്റവും വലിയ സഹോദരൻ. അവനാണെങ്കിൽ നന്നായി പഠിച്ചിട്ടും പല വിധത്തിലുള്ള ബഹുമതികളൊക്കെ സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ രക്ഷിതാക്കൾക്ക് എപ്പോഴും അഭിമാനമായിരുന്നു. എന്നാൽ തരുൺ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിലും വളരെ വെരി ഗുഡൊന്നും ആയിരുന്നില്ല. ഇതാണ് നമ്മുടെ സ്റ്റോറിയിലെ ഹീറോയായ തരുണിൻ്റെ ഒരു ഏകദേശ ചിത്രം. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്കും പോയി നോക്കാം. However, he was blessed with the strength of a great athlete. He was an excellent runner. അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവില്ലാതെ ദൈവം ആരെയും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവില്ല. നമ്മൾ എന്താ വേണ്ടത്? നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവ് എന്താണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഈ തരുൺ അതുപോലെ ഒരു കഴിവും ഇല്ലാത്ത ബ്ലാക്ക് ഷീപ്പ് ആയിരുന്നില്ല. അവനൊരു ബ്ലെസ്ഡ് അത്ലീറ്റ് ആയിരുന്നു. വളരെ നന്നായി ഓടുന്ന ഹി വാസ് ആൻ എക്സലന്റ് റണ്ണർ. ഹി വുഡ് റൺ ഫോർ അവേഴ്സ്, ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്. മണിക്കൂറുകളോളം, അത് രാവിലെയായാലും രാത്രിയായാലും മണിക്കൂറുകളോളം അവൻ ഓടുമായിരുന്നു. വെനെവർ ഹീ ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി, എപ്പോഴൊക്കെയാണോ അവന് സങ്കടവും അതുപോലെ ഏകാന്തതയുമൊക്കെ അനുഭവപ്പെടുന്നത്, ഹി എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, അവൻ അതെല്ലാം ഓടി അവൻ്റെ ആ വിഷമങ്ങളെല്ലാം തീർക്കുമായിരുന്നു, അല്ലെങ്കിൽ സ്വയം തളർത്തുമായിരുന്നു ഓടിയിട്ട്. ദസ് റിലീസിങ് ഓൾ ഹിസ് പെൻഡ് അപ്പ് ഇമോഷൻസ്. അങ്ങനെ അപ്രകാരം അവൻ്റെ എല്ലാവിധ പെൻഡ് അപ്പ്, കെട്ടിക്കിടക്കുന്ന വികാരങ്ങളെയും അവൻ എന്ത് ചെയ്യും? റിലീസ് ചെയ്യുമായിരുന്നു, മോചിപ്പിക്കുമായിരുന്നു. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നമുക്ക് വല്ലാതെ വിഷമം വരുമ്പോൾ നന്നായി ഒന്ന് പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു റിലാക്സേഷൻ തോന്നും. അതുപോലെ തരുൺ
പിന്നെ അവൻ്റെ വിഷമങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവന് വല്ലാതെ ശ്വാസം മുട്ടുന്ന സമയത്ത് അവൻ സ്വയം തളരുവോളം ഓടും. അങ്ങനെ അവൻ്റെ കെട്ടിക്കിടക്കുന്ന വികാരങ്ങളെയെല്ലാം അവൻ പുറത്തേക്ക് ഒഴുക്കിക്കളയും. അറ്റ് ടൈംസ് he would miss his school bus and would then run to school, which was 5 miles away from his home. ചിലപ്പോഴൊക്കെ അവൻ്റെ സ്കൂൾ ബസ് മിസ്സാവാറുണ്ട്. ആ സമയത്ത് അവൻ എന്ത് ചെയ്യും? മൈലുകളോളം ദൂരമുണ്ട് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക്. അതവൻ ഓടി എത്തുമായിരുന്നു. He just had one dream, to become the fastest runner in the world. അവൻ ആകെക്കൂടി ഒരേ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്വപ്നം ലോകത്തിലെ മികച്ച ഫാസ്റ്റസ്റ്റ് റണ്ണർ, മികച്ച ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവണം. അതായിരുന്നു അവൻ്റെ ആഗ്രഹം. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. എങ്ങനെയാണ് തൻ്റെ സ്വപ്നത്തെ നേടിയെടുക്കുക, അത് തരുണിനറിയില്ലായിരുന്നു. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തരുണിൻ്റെ ആഗ്രഹം ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവണം എന്നതാണ്. പക്ഷേ രക്ഷിതാക്കൾക്കത് ഇഷ്ടമില്ല. ആ തരുണിൻ്റെ ആഗ്രഹത്തെ വെറുത്തിരുന്നു. അവർക്ക് വേണ്ടത് എന്തായിരുന്നു? തരുൺ കൂടുതലായി അവൻ്റെ പഠന ഭാഗത്ത് ശ്രദ്ധിക്കണം. പക്ഷേ അത് തരുൺ ഒരിക്കലും ചെയ്തിരുന്നില്ല. On the other hand, he belonged to a middle class family, and Tarun knew that to achieve his dream, he needed an intensive training, the amount for which was well beyond his family's reach. തരുൺ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അതായത് ഒരു ആവറേജ് ഇൻകമുള്ള ഫാമിലിയിലെ കുട്ടിയായിരുന്നു തരുൺ. അതുകൊണ്ട് തന്നെ തരുണിനറിയാമായിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവണം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ മികച്ച ട്രെയിനിങ്, പരിശീലനം കൂടിയേ തീരൂ. അതിനുള്ള സാമ്പത്തിക ചുറ്റുപാട് തനിക്കില്ല, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് അതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ കഴിവിൻ്റെ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്, അതിനുള്ള ആ പരിശീലനത്തിന് വേണ്ട തുക കണ്ടെത്തുക എന്നത് തൻ്റെ കുടുംബത്തിൻ്റെ കഴിവിനും അപ്പുറത്താണ് എന്ന് തരുൺ മനസ്സിലാക്കിയിരുന്നു. When Tarun failed in his terminal examinations, his father was very angry with him. ടെർമിനൽ എക്സാമിനേഷനിൽ അല്ലെങ്കിൽ കൊല്ലപ്പരീക്ഷയിൽ തോറ്റപ്പോൾ തരുണിൻ്റെ അച്ഛന് അവനോട് വളരെയധികം ദേഷ്യത്തിലായിരുന്നു. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവൻ്റെ കൂട്ടുകാരും കൂടി അവനെ കളിയാക്കി. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. തൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ മായ്ച്ചു കളയുവാൻ ആഗ്രഹിച്ച ഒരു ദിവസമായിരുന്നു അത്. തരുൺ എന്താണ് ചെയ്യാറ്? മനസ്സിൽ വിഷമം വന്നെന്നറിയുമ്പോൾ അവൻ ഓടി ഓടി സ്വയം തളരുവോളം ഓടും. അതുപോലെ ഒരു ദിവസമായിരുന്നു അന്നും. വല്ലാതെ മനസ്സിനെ വിഷമം മതിച്ചപ്പോൾ തരുൺ ഓടി ആ വിഷമത്തെ മുഴുവനും ഒഴുക്കിക്കളയുവാൻ അല്ലെങ്കിൽ നീക്കിക്കളയുവാൻ തീരുമാനിച്ചു. ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക്. തരുൺ എന്ത് ചെയ്തു? പാർക്കിൽ ചുറ്റും ഓടി. ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേജ്, ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. സൂര്യൻ കത്തിജ്വലിച്ചിരുന്നു. അവൻ്റെ ദേഷ്യത്തെ എത്രത്തോളമുണ്ട്, അവൻ്റെ ദേഷ്യം അല്ലെങ്കിൽ അവൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്നറിയുവാൻ വേണ്ടി സൂര്യൻ വളരെ കഠിനമായി ജ്വലിച്ചു. എങ്കിലും അവൻ്റെ ഓട്ടത്തെ നിർത്തുവാൻ സൂര്യനും കഴിഞ്ഞില്ല. After about an hour, he was fully exhausted. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൻ മുഴുവനായും തളർന്നുപോയി. And his fury having subsided, he threw himself on a bench and started panting
heavily. അപ്പോൾ ഈ ഒന്നാം പാദ വാർഷിക പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അവനോട് വളരെയധികം ദേഷ്യപ്പെട്ടു. കൂട്ടുകാരും അവനെ കളിയാക്കി. തൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ അവൻ ആഗ്രഹിച്ച ഒരു ദിവസമായിരുന്നു ആ ദിവസം. അതുകൊണ്ട് അവൻ ഓടാൻ തീരുമാനിച്ചു. അങ്ങനെ ആ പാർക്കിൽ ചുറ്റും തരുൺ ഓടുകയാണ്. തൻ്റെ ദേഷ്യം അല്ലെങ്കിൽ തരുണിൻ്റെ ദേഷ്യം എത്രയാണ് എന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടി എന്ന പോലെ സൂര്യനും എന്ത് ചെയ്തു? അതികഠിനമായി ജ്വലിച്ചു. പക്ഷേ അതിനൊന്നിനും തരുണിനെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ 1 മണിക്കൂറോളം ഓടിക്കഴിഞ്ഞപ്പോഴേക്കും അവനാകെ തളർന്നു. അവൻ്റെ ദേഷ്യം എല്ലാം ഒന്ന് സമാധാനമായി. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഒരു ബെഞ്ചിലിരുന്നിട്ട് അതിശക്തമായി കിതയ്ക്കുവാൻ തുടങ്ങി. സഡൻലി, പെട്ടെന്ന്, he heard a voice at his elbow. What is it, son? പെട്ടെന്ന് അവൻ്റെ തൊട്ടരികിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. എന്താണ് കുട്ടി ഇത്? അപ്പോൾ തരുൺ ഇങ്ങനെ ഓടുന്നതെല്ലാം ശ്രദ്ധിച്ച് ആ ബെഞ്ചിൻ്റെ അടുത്ത് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാളാണ് ചോദിക്കുന്നത്, എന്തു പറ്റിയതാണ്? അപ്പോൾ തരുൺ turned to his left, and there sat a man of about 60. ഏകദേശം തരുൺ ഇടതുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അവൻ കണ്ടു ഏകദേശം 60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്നത്. അപ്പോൾ തരുൺ എന്ത് ചെയ്തു? ഒന്നുമില്ലാന്നൊന്നും പറഞ്ഞില്ല. തരുണിന്റെ വിഷമത്തിന്റെ കാരണം പറയുകയാണ്. I failed in 2 subjects. വാർഷിക പരീക്ഷയല്ല കേട്ടോ, ഒന്നാം പാദ പരീക്ഷയാണ്. I failed in 2 subjects, he replied in a depressed tone. അപ്പോൾ അവനാകെ നിരാശ ബാധിച്ചതുപോലെ വളരെ നിരാശാഭരിതമായ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ 2 വിഷയങ്ങളിൽ തോറ്റുപോയി. The man smiled sympathetically and said, life is full of ups and downs, my boy. By the way, I am Ramnarayan and you are one of the best runners I have ever seen. അപ്പോൾ ഞാനിങ്ങനെ 2 വിഷയങ്ങളിൽ തോറ്റു എന്ന് നിരാശയോടെ തരുൺ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ 60 വയസ്സ് തോന്നിക്കുന്ന ഈ മനുഷ്യൻ തരുണിനോട് സഹതാപപൂർവം പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ജീവിതം കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ്. അതൊക്കെ പോകട്ടെ. അപ്പോൾ ഇത് ബൈ ദ വേ എന്നുള്ളത് ഒരു സംസാര രീതിയാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കുന്നതിൽ ഒരു ഫ്രേസ് ആയിട്ടൊക്കെ അത് പ്രയോഗിക്കാം. ബൈ ദ വേ ആയിക്കോട്ടെ, അങ്ങനെ ആകട്ടെ. ഐ ആം രാംനാരായൺ. എൻ്റെ പേര് രാംനാരായൺ. എന്നിട്ട് രാംനാരായൺ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഓട്ടക്കാരിൽ ഒരാളാണ് നീ. രാംനാരായൺ. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ അത്ഭുതമായി. രാംനാരായൺ? ആർ യു ഓഫ് സെയിം നാരായൺ who won an Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. തരുൺ പെട്ടെന്ന് ആവേശഭരിതനായി. എന്നിട്ട് ചോദിക്കുകയാണ്, രാംനാരായണനോ? 1960 ഒളിമ്പിക്സിൽ 400 മീറ്റർ ഓട്ടത്തിൽ മെഡൽ വാങ്ങിയ അതേ രാംനാരായൺ ആണോ നിങ്ങൾ? അപ്പോൾ രാംനാരായൺ, യെസ്. That came the reply. Tarun was dazzled. അപ്പോൾ അതെ, പെട്ടെന്നായിരുന്നു രാംനാരായണന്റെ മറുപടി. ഇത് കേട്ട ഉടനെ തരുണാകെ കണ്ണു മിഴിച്ചുപോയി. പിന്നീട് രാംനാരായൺ തുടരുകയാണ്, സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes, continued രാംനാരായൺ, ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ഈ സെന്റൻസുകളൊക്കെ വായിക്കുമ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നത്, ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്തിനാണ്? നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് മുമ്പുള്ള ഗ്രാമർ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ടെൻസസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു യൂസേജ് ആണ്
ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 മിനിറ്റ്സ്. കഴിഞ്ഞ 45 മിനിറ്റുകളായി ഞാൻ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനാണ് ഇവിടെ ഐ ഹാവ് ബീൻ വാച്ചിങ് എന്ന് പറഞ്ഞത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ പഠിച്ച ടെൻസുകളൊക്കെ ഇതിൽ വരുന്നുണ്ടോ, ഏത് ടെൻസാണ് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വായിക്കുക. ഇംഗ്ലീഷിൻ്റെ എടുക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ തന്നെ സ്പീക്ക് ചെയ്ത് ഇംഗ്ലീഷിൽ തന്നെ മീനിങ് പറഞ്ഞ് വേർഡ് മീനിങ്ങും ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക, ഇംഗ്ലീഷിൽ പഠിക്കുക എന്നുള്ള രീതിയാണ്. പക്ഷേ അങ്ങനെ പഠിച്ചാൽ സാധാരണ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ നമ്മൾ ആ ലെവലിലേക്ക് എത്തുകയും വേണം. അതിനാണ് നമ്മൾ ആദ്യം തന്നെ ടെൻസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ ക്ലാസ് വീണ്ടും പോയി ഒന്നുകൂടി കേൾക്കുക. അപ്പോൾ സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 മിനിറ്റ്സ്. കഴിഞ്ഞ 45 മിനിറ്റുകളായിട്ട് ഞാൻ നിന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. കണ്ടിന്യൂഡ് രാംനാരായൺ തുടർന്നു. എന്നിട്ട് പറഞ്ഞു, ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ഞാൻ നിന്നിൽ വളരെ നല്ല ഒരു ഭാവി കാണുന്നുണ്ട്. താരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. താരുണിന് അവനെ നാണിച്ചിട്ട് ചുവക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആകെ സന്തോഷം, ഒരുപാട് മനസ്സിൽ സന്തോഷം വന്ന് നിറയുമ്പോൾ അത് നമ്മുടെ മുഖത്ത് പ്രകടമാവും. തരുണിൻ്റെ മുഖമാകെ ചുവന്നു പോയി. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man inquired. അപ്പോൾ ഞാൻ നിന്നിൽ വളരെ നല്ല ഒരു ഭാവി കാണുന്നുണ്ട്. ആ ഭാവി നിലനിർത്തുവാൻ അല്ലെങ്കിൽ ആ ഭാവി നേടിയെടുക്കുവാൻ ആകെ നീ ചെയ്യേണ്ടത് ഈ അത്യുത്സാഹം കെട്ടുപോകാതെ സൂക്ഷിക്കുക. പാഷൻ എന്ന് പറയുന്നത് അത്യുത്സാഹം എന്നതിനാണ്. അതുപോലെ തന്നെ ഇത് നെവർ ഗിവ് അപ്പ്, ഇത് ഉപേക്ഷിച്ച് പോകരുത്. ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരും. പക്ഷെ ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അത്യുത്സാഹത്തെ കെടാതെ എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്നിട്ട് പിന്നെ രാംനാരായണൻ അന്വേഷിച്ചു, നീ ഏതെങ്കിലും വിദ്യാലയത്തിൽ, പരിശീലന വിദ്യാലയത്തിൽ ചേർന്നിട്ടുണ്ടോ? തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹി സീംഡ് ഡിസ്ട്രോട്ട്. അപ്പോൾ ഇത്രയും നേരം സന്തോഷം കൊണ്ട് മുഖമൊക്കെ ചുവന്നിരുന്ന തരുണിൻ്റെ മുഖം പുഞ്ചിരി മായുകയും അവനാകെ ഡിസ്ട്രോട്ടായി കാണപ്പെടുകയും ചെയ്തു. വളരെ വ്യസനത്തോടെ അവനെ കാണപ്പെട്ടു. A training school is very expensive, sir, and I am unemployed, said Tarun, feeling happy that he could joke even in these circumstances. ഒരു ട്രെയിനിങ് സ്കൂൾ, ഒരു പരിശീലന വിദ്യാലയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെലവേറിയതാണ് സർ. ഞാനാണെങ്കിലോ ഒരു തൊഴിലില്ലാത്തവരും. എന്നിട്ട് തരുണിന് സ്വയം സന്തോഷം തോന്നി. കാരണം ഇത്തരം സാഹചര്യങ്ങളിലും തനിക്ക് തമാശ പറയാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള തൻ്റെ കഴിവ് ആലോചിച്ചിട്ട് തരുണിന് സന്തോഷം തോന്നി. ബട്ട് രാംനാരായൺ seemed pretty serious. I will train you if you want, but I put forward a condition. I will train you if you want. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഒരു ഇഫ് ക്ലോസ് ആണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷണൽ ക്ലോസ് പഠിക്കും. അപ്പോൾ ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. വിൽ ട്രെയിൻ എന്നുള്ള പ്രസന്റ് ഫോമിൻ്റെ കൂടെ ഇഫ് കഴിഞ്ഞാൽ എപ്പോഴും പ്രസന്റ് ഫോമാണ് വരിക. അപ്പോൾ ഐ വിൽ ട്രെയിൻ യു, ഞാൻ നിനക്ക് പരിശീലനം നൽകാം. ഇഫ് യു വാണ്ട്, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ, പക്ഷേ എനിക്ക് ഒരു നിബന്ധനയുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കും. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. നമുക്കറിയാം തരുണിന് എത്രമാത്രം ആഗ്രഹമുണ്ട് ലോകത്തിലെ തന്നെ മികച്ച ഒരു ഓട്ടക്കാരനാവാൻ എന്ന്. അപ്പോൾ അങ്ങനെ അവൻ്റെ ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ അവനൊരു മികച്ച പരിശീലന സ്കൂളിൽ ചേരണം. പക്ഷെ തരുണിനറിയാം അവൻ്റെ
അവനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേതായതുകൊണ്ട് വീട്ടുകാർക്ക് അതിനുള്ള സാമ്പത്തിക കഴിവില്ല എന്ന്. ആ അവസ്ഥയിലാണ് രാംനാരായൺ എന്ന് പറയുന്ന മികച്ച അത്ലറ്റും ട്രെയിനറും തരുണിനെ സമീപിച്ചിരിക്കുന്നത്. എന്നിട്ട് തന്നെ ട്രെയിൻ പരിശീലിപ്പിച്ച് മികച്ച ഒരു ഓട്ടക്കാരനാക്കാം എന്ന് ഒരു നല്ലൊരു അട്രാക്റ്റീവ് ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ തരുൺ എന്നിട്ട് അദ്ദേഹം പറയണത്, അങ്ങനെ നിന്നെ ചെയ്യണമെങ്കിൽ, അങ്ങനെ നിന്നെ ട്രെയിൻ ചെയ്യണമെങ്കിൽ എനിക്കൊരു വ്യവസ്ഥ മുന്നോട്ട് വെക്കാനുണ്ട്. സ്വാഭാവികമായും തരുണിന് വളരെയധികം ആകാംക്ഷ തോന്നും. അതുകൊണ്ട് തരുൺ പെട്ടെന്ന് തന്നെ ചോദിച്ചു, എന്താണ് ആ വ്യവസ്ഥ? ദർ ഈസ് എ റേസ് ഓൺ. അപ്പോൾ രാംനാരായണൻ വ്യവസ്ഥ പറയുകയാണ്, ദർ ഈസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. ശിശുദിനത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് കുട്ടികളുടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കമ്പീറ്റിംഗ് ഡെയർ. നിന്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ മത്സരിക്കുന്നത്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, ഇവിടെയും കണ്ടീഷണൽ ക്ലോസ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇതാണ് വെർബ്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ്, വെർബിന്റെ V1 ഫോം വന്നു. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ, രണ്ടും V1 ഫോമാണ്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, നീ ആ മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്താൽ, ഐ പ്രോമിസ്, ഞാൻ വാഗ്ദാനം നൽകുന്നു, ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു. കണ്ടില്ലേ, V1 ഫോം വരുമ്പോൾ ഇവിടെയും V1 ഫോമാണ് വരിക. വിൽ സ്റ്റാർട്ട്, ഞാൻ തുടങ്ങും, ആരംഭിക്കും. ട്രെയിനിങ് യു, നിനക്ക് പരിശീലനം നൽകൽ ഞാൻ ആരംഭിക്കും. അപ്പോൾ ശിശുദിനത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചൊരു ട്രെയിനിങ് നടക്കുന്നുണ്ട്, ഒരു മത്സരം നടക്കുന്നുണ്ട്. അവിടെ ആ റേസിൽ, ഓട്ട മത്സരത്തിൽ നീ പങ്കെടുത്ത് വിജയിയാവുകയാണെങ്കിൽ നിനക്ക് ഞാൻ പരിശീലനം നൽകാം, സെഡ് രാംനാരായൺ. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, കാൻഡ് ഐ, തോട്ട് തരുൺ. അപ്പൊ തരുൺ മനസ്സിൽ വിചാരിച്ചു, അത് അത്ര വലിയ ഒരു വ്യവസ്ഥയല്ല, അത്ര വലിയൊരു ഇടപാടൊന്നുമില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ലേ? തരുൺ സ്വയം ചോദിച്ചു. ഐ വിൽ സർ, ശരിക്കും ഞാൻ വിജയിക്കും, ഞാനത് നേടും സർ. ഹി ഹിയർ ഹിംസെൽഫ് സെയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. അപ്പോൾ പൂർണ്ണമായ ദൃഢവിശ്വാസത്തോടെ താൻ സ്വയം പറയുന്നത് തരുൺ കേട്ടു. ഫൈൻ ബോയ്, ഇറ്റ്സ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. ടെൽ മീ വാട്ട്സ് യുവർ നെയിം, ആസ്ക്ഡ് രാംനാരായൺ. തരുൺ, മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നിന്റെ കാർഡ് കൊള്ളാം. അപ്പോൾ രാംനാരായൺ പറയാണ്, നിന്നെ പങ്കെടുപ്പിക്കുക എന്നത് എൻ്റെ ജോലിയാണ്, അതിൽ മത്സരിച്ച് ജയിക്കുക എന്നത് നിന്റെയും. ആകട്ടെ, നിന്റെ പേരെന്താണ് കുട്ടി? അപ്പോഴാണ് തരുണിന്റെ പേര് പറയുന്നത്. തരുൺ കപൂർ സർ. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പോൾ 5 ദിവസത്തിന് ശേഷം ഞാൻ നിന്നെ കാണുവാനായി ഇവിടെ എത്തും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. അപ്പോൾ നിന്റെ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കാർഡ് നിനക്ക് നൽകും. ഓൾ ദ ബെസ്റ്റ്, സെഡ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. അങ്ങനെ തരുണിന് എല്ലാ ആശംസകളും പറഞ്ഞ് രാംനാരായൺ പോവുകയാണ്. ഓൺ ദ വേ ഹോം, തരുൺ thought that if his father had not scolded him, വീണ്ടും if ക്ലോസ് ആണ് വന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. if his father had not scolded him, past perfect tense, had scolded him, past perfect tense വരുമ്പോൾ കോമയ്ക്ക് ശേഷം വുഡിന്റെ കൂടെ ഹാവ് ആണ് ചേർക്കുക. he wouldn't have got this opportunity. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ തരുൺ വിചാരിച്ചു, അവനെ അച്ഛൻ ശകാരിച്ചില്ലായിരുന്നെങ്കിൽ ഈ അവസരം അവന് ലഭിക്കുമായിരുന്നില്ല എന്ന്. അപ്പോൾ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ കഴിഞ്ഞ് 2 വിഷയത്തിൽ തോറ്റപ്പോൾ അച്ഛൻ തരുണിനെ ശകാരിച്ചു. അച്ഛൻ വഴക്ക് പറഞ്ഞതിലുള്ള വിഷമം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് തരുൺ എന്ത് ചെയ്തത്, പാർക്കിലൂടെ 1 മണിക്കൂറോളം ഓടിയത്. ആ ഓട്ടമാണ് രാംനാരായണൻ ശ്രദ്ധിച്ചതും ആ കുട്ടിക്കുള്ളിൽ ഒരു അത്ലീറ്റ് ഉണ്ട് എന്ന്
മനസ്സിലാക്കിയതും. അപ്പോൾ തരുൺ വിചാരിക്കുകയാണ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി, ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം, അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവനൊരിക്കലും ഈ അവസരം ലഭിക്കുമായിരുന്നില്ല എന്ന്. ഓക്കെ, ഇനി മത്സരത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ക്ലാസ് ഇതുവരെ കേട്ടിരുന്ന എല്ലാ കുട്ടികളോടും താങ്ക് യു.